നിങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതിനർത്ഥം നിങ്ങളുടെ ജീവിതരീതി മാറ്റുക, ക്രിസ്തുവിനെയും ദൈവത്തെയും നിങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ചിന്ത മാറ്റുക. ഒരു പുതിയ തരം ജീവിതം നയിക്കുക എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ ജീവിതത്തിലെ ചില തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് അവനോടൊപ്പം നടക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നാണ് ഇതിനർത്ഥം. അതാണ് മാനസാന്തരം. മനുഷ്യൻ മാനസാന്തരപ്പെടാതെ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. നീ മാനസാന്തരപ്പെട്ടോ? നിങ്ങൾക്ക് അത് ഉറപ്പാണോ? ആ മാറ്റം സംഭവിച്ചോ? നിങ്ങൾ പറയൂ, കർത്താവേ, ക്ഷമിക്കണം. അത് മാനസാന്തരമല്ല. കർത്താവേ, ഞാൻ പാപം ചെയ്തു. അത് മാനസാന്തരമല്ല. അതിനർത്ഥം ഒരു മാറ്റം എന്നാണ്. പഴയ കാര്യങ്ങൾ കടന്നുപോയി, എല്ലാം പുതിയതായി മാറുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവനെ വിശ്വാസത്താൽ സ്വീകരിക്കണം. അവനെ സ്വീകരിച്ചവർക്ക് അവൻ ശക്തി നൽകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു.